ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു പ്ലസൻറ്റ് വെതർ. അങ്ങനെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മളൊരു സ്ഥലം വരെ പോകാമെന്ന് തീരുമാനിച്ചു. കണ്ടോ, ഇതാണ് അവിടെ എത്തിയപ്പോഴുള്ള സ്ഥിതി. നമ്മൾ പോയത് ഇവിടുത്തെ UAE സ്കൂൾ ഹോളിഡേയ്സ് ഉള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ കാർ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്. ഇപ്പം നമ്മളുള്ളത് പിന്നെ ഇവിടെ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 25 ആണ്. 12 months കഴിഞ്ഞ കുട്ടികൾക്കും ടിക്കറ്റ് ഉണ്ട്. പിന്നെ ഈ സോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അടുത്ത് നിന്ന് കാണാം. ഒരു അനിമലിനെയും ഞാൻ ഇത്ര അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഈ കൈവച്ച് നോക്കുന്ന വേറെ ഒന്നുമല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വലിപ്പം നോക്കുന്ന കേട്ടോ. പിന്നെ നമുക്കിവിടെ ഫീഡൊക്കെ ചെയ്യാൻ പറ്റും. ബേർഡ്സിനായാലും ഈ ജിറാഫിന് ഗ്രാസ്, നട്ട്സ് അതൊക്കെ കുറേ കിട്ടും. ജിറാഫ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കും, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും ജിറാഫിനെ. സൂപ്പർ. എല്ലാ മൃഗങ്ങളെയും വളരെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത്, അതാണ് ഏറ്റവും പ്രത്യേകത. നമ്മൾ എമിറേറ്റ്സ് സൂയിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഇതൊരു ഇത്ര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് നല്ല അടിപൊളിയായിട്ട് വളരെ അടുത്ത് നിന്ന് സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലീവ് ആണോന്ന് അറിയില്ല, ഫുൾ ആൾക്കാർ ഭയങ്കര ഫ്രഷ്. കൊത്തിട്ടുവേ പിണക്കം ഇനി എന്ന് അതിന് വേണ്ട, വയറ് നിറഞ്ഞ്. മീനെടുത്തോ? അയ്യോ, മോശം വേണം. ഇനി ഇങ്ങനെ ഇറക്കണം. അയ്യോ, സൂവിൽ പോയി നല്ലൊരു 8ന്റെ പണി കിട്ടിയത് ഇത് മാത്രമാണ്. ഞാൻ അറിയാണ്ട് അതിനെടുത്തു പോയി. എന്താണെന്നറിയില്ല, ഈ ബേർഡ്സ് മാത്രം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നി. കാരണം അവിടെ ഒരു കൺട്രോൾ ഇല്ലാത്ത ബേർഡ്സിനെ ആൾക്കാരുടെ കയ്യിൽ കൊടുക്കുന്നതായാലും കുട്ടികളായാലും പിടിക്കുന്ന വലിക്കുന്ന അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടാവും. അത് ഭയങ്കര സൗണ്ടും കൊത്തും എല്ലാം ഉണ്ടായിരുന്നു. ഈ കാണുന്ന കല്ലുകളല്ല കേട്ടോ, ആമകളാണ്. ആമകളെല്ലാം രാത്രിയായപ്പോഴത്തേക്ക് ഉറക്കമായി. പിന്നെ അതുപോലെ തന്നെ ഹോഴ്സിനും ക്യാമലിനും റൈഡിങ് ഒക്കെ ഉണ്ട്. സോ അതിന് അതിൻ്റെതായ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി വരുന്നതാണ് ഈ സൂവിൻ്റെ ഹൈലൈറ്റ്. കുറേ ലയൺസും ടൈഗേഴ്സും അടുത്ത് നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സുബ്രഹ്മണി ഇവിടെ പോയാലും ഇങ്ങനെ തന്നെ രാജാവാണ് അറിയില്ല. ഇപ്പോൾ ഉറങ്ങി ഇവനെ കണ്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ടൈഗേഴ്സിനെയും ഫോട്ടോ എടുക്കാനും തൊടാനൊക്കെ പറ്റും. അതിനും അതിൻ്റെതായ ടിക്കറ്റ് ഉണ്ട്.
കൈ മാന്തോ ടേസ്റ്റ് ഇത് കുറച്ച് അഗ്രസീവാണല്ലോ. അയ്യോ കുട്ടികളുടെ കൂടുതലാണ്. വേണമെന്നുള്ളവർക്ക് കൊടുക്ക്. പിന്നെ റാബിറ്റ്സിൻ്റെ ഫീസൊന്നുമില്ല, ഫ്രീ ആണ്. വലിയ ആൾക്കായാലും കുട്ടി ആൾക്കായാലും പോവാൻ എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ക്യൂ നിൽക്കണമെന്നേ ഉള്ളൂ. ഹലോ, അങ്ങനെ ചായ കുടിക്കാൻ വന്നോ? തന്നെ ചായ ഉണ്ട്. ചായ വാങ്ങിച്ചു കുടിക്കണം കേട്ടോ, അടിപൊളി ചായ. നല്ല ഏലക്കൊക്കെ ഇട്ട് അടിപൊളി ചായ. കോഫി കൊള്ളില്ല. ഇങ്ങനെ എല്ലാം കുരങ്ങുകളെയും പക്ഷിനെയും കണ്ട് ചായ കുടിക്കാം. നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ് ആണ്. കഴിക്കുന്നു. വാപ്പാക്ക് വേറെ ഭക്ഷണമില്ലേ? വാപ്പ അത് കഴിച്ച പോലെ ഓന്റെ ഭക്ഷണത്തിൽ കൈയിടുന്നു. ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഡിഫറെൻറ്റ് സ്പീഷീസ് ഒന്നുമല്ല, പക്ഷെ ഉള്ളത് നമുക്ക് നേരെ അടുത്ത് ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഇപ്പോൾ യു എയിൽ വിൻ്റർ ടൈം ആയതുകൊണ്ട് വീക്കെൻഡ് എല്ലാവരും ഇവിടെ നിന്ന് പോകാത്തവർ പോയി നോക്കുക. നല്ല സ്ഥലമാണ്. കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം കാണാനെടുക്കാനും. നമ്മുടെ മോൻ ചെറുതായതുകൊണ്ട് നല്ലോണം പേടിച്ച് കരഞ്ഞ് മറ്റേ ബേർഡ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഫുൾ കുഴപ്പമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവനെല്ലാം കണ്ട് കാണുകയൊക്കെ ചെയ്തു. കാലന് കുഴപ്പമാക്കി ഡ്രസ്സൊക്കെ മാറ്റി പോവാം. ടാറ്റ.